സ്വപ്നങ്ങൾ കാണുക, അത് പ്രവൃത്തിയിൽ വരുത്തുക. ലോക നേതാക്കളിൽ അത്തരം നിലപാടുകൾ സൂക്ഷിക്കുന്ന അപൂർവം നേതാക്കളിൽ ഒരാളാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഒരു സമ്മർദ്ദത്തിലാണ്. മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ ആകാനുള്ള സമ്മർദ്ദത്തിൽ. നാലാമത്തെ സമ്പദ് വ്യവസ്ഥയായി എന്ന് സന്തോഷിച്ച് ഇനി എല്ലാമായി എന്ന് ചിന്തിക്കുന്നവരുടെ ഇടയിൽ ഇനി എന്ത് എന്ന് ചിന്തിക്കുന്ന ലോക നേതാവ്. 77ാം സ്വാതന്ത്ര്യ ദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികം അടയാളപ്പെടുത്തുന്ന 2047 ആകുമ്പോഴേക്കും രാഷ്ട്രം വികസിത രാജ്യ പദവി കൈവരിക്കും എന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. രാജ്യത്തിന്റെ സാധ്യതകൾ, ലഭ്യമായ വിഭവങ്ങൾ, പ്രത്യേകിച്ച് യുവാക്കളുടെ ശക്തി, ഇതിനെ അടിസ്ഥാനമാക്കിയാണ് മോദി ഈ പ്രസ്താവന നടത്തിയത്. ആ ലക്ഷ്യം കൈവരിക്കാനുള്ള യാത്രയിലാണ് ഇപ്പോൾ ഭാരതം. വരാനിരിക്കുന്ന 5 വർഷങ്ങൾ ഈ അഭിലാഷം സാക്ഷാത്കരിക്കുന്നതിനുള്ള ഒരു നിർണായക സുവർണാവസരം ആയിരിക്കുമെന്ന് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇന്ത്യ ഒരു നിർണായക വഴിത്തിരിവിലാണ് എന്നും കോവിഡ് പാൻഡമിക്കിന് ശേഷം ഉയർന്നു വന്ന പുതിയ ലോകക്രമത്തെ രൂപപ്പെടുത്താനുള്ള ശക്തിയുണ്ട് എന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചിരുന്നു. എന്തായാലും ആ പ്രത്യാശകളെല്ലാം സഫലമാക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കി മാറ്റേണ്ടത് നമ്മുടെ കൂട്ടായ ഉത്തരവാദിത്തമാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ജനസംഖ്യാശാസ്ത്രം, ജനാധിപത്യം, വൈവിധ്യം എന്നിവയുടെ ത്രിവേണിക്ക് ഇന്ത്യയുടെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാനുള്ള കഴിവുണ്ട് എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത്. എന്തായാലും ആ വാക്കുകൾ യാഥാർത്ഥ്യമാവുകയാണ്. ലോകത്തെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ ആകുന്നതിന്റെ സന്തോഷത്തെക്കാൾ വലുതാണ് മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ ആകാനുള്ള സമ്മർദ്ദമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജർമ്മനിയെ മറികടന്ന് 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകാൻ രാഷ്ട്രത്തിന് ഇനിയും കാത്തിരിക്കാനാവില്ല എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഗാന്ധിനഗറിൽ ഒരു പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2014 മെയ് 26 ഞാൻ ആദ്യമായി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. അന്ന് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ 11ാം സ്ഥാനത്തായിരുന്നു. ഇന്ന് ലോകത്തിലെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി നമ്മൾ മാറിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ജപ്പാനെ മറികടന്നു എന്നത് എല്ലാവർക്കും അഭിമാനകരമാണ്. 6ാം സ്ഥാനത്ത് നിന്ന് 5ാം സ്ഥാനത്തേക്ക് ഇന്ത്യ മാറിയപ്പോൾ രാജ്യത്താകമാനം ഉണ്ടായിരുന്ന ആവേശം ഇന്നും ഞാൻ ഓർക്കുന്നു. 250 വർഷം നമ്മെ ഭരിച്ച രാഷ്ട്രമായ ബ്രിട്ടനെ പിന്തള്ളിയതായിരുന്നു അതിനുള്ള കാരണമെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു. ഈ വർഷാവസാനം ജപ്പാനെ മറികടന്ന് ഇന്ത്യ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ ആകും എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇന്ത്യ ഇതിനകം 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറി എന്ന് നീതി ആയോഗ് CEO BVR സുബ്രഹ്മണ്യം കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചിരുന്നു. എന്നാലും 2025 അവസാനത്തോടെ ജപ്പാനെ മറികടന്ന് ഇന്ത്യ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്ന് നീതി ആയോഗ് അംഗം അരവിന്ദ് വിർമാനി പിന്നീട് വ്യക്തമാക്കി. അന്താരാഷ്ട്ര നാണ്യനിധി 2025 ഇന്ത്യയുടെ GDP $4.19 ട്രില്യൺ ആകും എന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. ജപ്പാന്റെ $4.186 ട്രില്യൺ GDP-യെ ഇത് മറികടക്കും. 2047ഓടെ ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമായി മാറ്റുക എന്നതാണ് ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി ആവർത്തിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ 100ാം വർഷം നമ്മൾ ആകസ്മികമായി ആഘോഷിക്കില്ല. ഒരു വികസിത ഭാരതത്തിന്റെ പതാക ലോകമെമ്പാടും ഉയരത്തിൽ പറക്കുന്ന തരത്തിൽ നമ്മൾ അത് ആഘോഷിക്കും. അടുത്ത നിമിഷത്തെക്കുറിച്ച് പോലും പ്രവചിക്കാൻ പറ്റാത്ത മനുഷ്യന്റെ നൈമിഷിക ജീവിതം, അതിൽ നിന്നും അനേകായിരം ഭാവി വർഷങ്ങളിലേക്ക് വരുന്നവർക്ക് കൂടി സേവനം ചെയ്യാം എന്ന് നരേന്ദ്രമോദി കാണിച്ചു തരികയാണ്. എങ്ങനെയെങ്കിലും ഭരിച്ച് കടന്നുപോകാൻ വന്ന ആളല്ല നരേന്ദ്രമോദി. ആധുനിക ഇന്ത്യയുടെ ശില്പിയാണ്. ഇന്ത്യയെ അമേരിക്കയ്ക്കും മുകളിൽ പ്രതിഷ്ഠിക്കാൻ ജന്മമെടുത്ത ഇന്ത്യക്കാരൻ. അതിനാൽ തന്നെ 1947 ഇന്ത്യ വികസിത രാജ്യം ആകുമെന്നും ലോകത്ത് 1ാം സാമ്പത്തിക ശക്തിയെന്നും അദ്ദേഹം പറയുന്നു. എന്റെ രാജ്യം, നമ്മുടെ രാജ്യം, അത് 2047 നേടുമെന്നും മോദി പറയുന്നു. 2047 പ്രത്യേകത അന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി 100 വർഷം തികയും എന്നതാണ്. ഇതുവരെ കഴിഞ്ഞുപോയ വർഷങ്ങൾ, ഇതിൽ വെറും 11 വർഷം ഇന്ത്യ ഭരിച്ചാണ് മോദി വികസിത ഭാരതവും മേക്ക് ഇൻ ഇന്ത്യയും 2047 സ്വപ്നങ്ങളുമെല്ലാം ഉണ്ടാക്കിയത്. ഒന്നും തനിക്ക് അധികാരത്തിൽ തുടരാനല്ല. 2047 ഇന്ത്യ ഭരിക്കുന്ന ഏതോ ഒരു പ്രധാനമന്ത്രിയായിരിക്കും ഇതെല്ലാം കാണുക. എന്നിട്ടും പ്രധാന സേവകൻ പതിറ്റാണ്ടുകൾക്കും നൂറ്റാണ്ടുകൾക്കും അപ്പുറമുള്ള ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നു നിസ്വാർത്ഥമായി. ഇതുപോലെ ഭാവി ഇന്ത്യ കെട്ടിപ്പടുക്കാൻ എല്ലാ ഭൗതിക കാര്യങ്ങളിൽ നിന്നും സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും വിടുതൽ നേടിയ ഒരു പൂർണ്ണ രാജ്യ സേവകന് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. മോദിക്ക് വീടും കുടുംബവും തടസ്സമല്ല, പാർട്ടി തടസ്സമല്ല. കാരണം അദ്ദേഹമാണ് പാർട്ടിയും അതിന്റെ തലച്ചോറും. അദ്ദേഹത്തിലൂടെയാണ് പാർട്ടിയുടെ എല്ലാം. എന്തായാലും അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ പൂവണിയുന്ന നല്ല നാളുകൾക്കായി ഭാരതം കാത്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.